യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നല്ലോ. പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. കർത്താവ് യേശുക്രിസ്തു മൂലം നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുവാനും നമ്മെ അതിനായി പഠിപ്പിക്കുവാനും അത്രേ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മളിലേക്ക് അയച്ചത്. അതേപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരു കാര്യസ്ഥനായി സഹായകനായി അവൻ നമ്മോടുകൂടി ഉള്ളപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനോടുള്ള കൂട്ടായ്മയില്ലാതെ നമുക്ക് ആർക്കും തന്നെ ഈ ഭൂമിയിൽ ആത്മീയ ജീവിതം നയിക്കുവാൻ, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമുക്ക് നടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ് ദൈവവചനത്തിന്റെ പഠനവും ധ്യാനവും, അതേപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനയും എല്ലാം തന്നെ ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമ്മൾ നടക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് വേണ്ടവണ്ണം വിശുദ്ധ വേദപുസ്തകം വായിക്കാനോ പ്രാർത്ഥിക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചതുപോലെ സഭയായിട്ടുള്ള കൂട്ടായ്മകളിൽ വളരെ ക്രിയാത്മകമായി നമുക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിനർത്ഥം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ വേണ്ടതുപോലെ ഇല്ല എന്നുള്ളതാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ അപ്രകാരമുള്ള ഒരു അനുഭവത്തിലാണെങ്കിൽ ഈ വചനങ്ങളിലൂടെ തന്നെ നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കുകയും അതേ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ നമ്മൾ സ്ഥിരതയോടുകൂടെ ആവുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇന്ന് മുതൽ ഞാൻ ചില പുതിയ ചിന്തകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി ദൈവത്തിന്റെ വിളി എന്നുള്ള വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദൈവത്തിന്റെ വിളിയെക്കുറിച്ചുള്ള വിഷയം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നൊരു കാര്യമാണ്, എനിക്ക് ദൈവത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ചു, അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ കണ്ടെത്തി. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ ഒരു സുശിക്ഷ യോഗത്തിൽ വളരെ അവിചാരിതമായി ചെന്നപ്പോഴാണ് കർത്താവിനെ കാണുവാനിടയായി തീർന്നത് എന്നൊക്കെ. പക്ഷെ വസ്തുത അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം നമ്മുടെ അടുക്കിലേക്ക് വന്ന് നമ്മെ വിളിക്കുന്ന വിളിയിൽ നമ്മുടെ യാതൊരു വിധമായ ഇനിഷ്യേറ്റീവ് ഇല്ല. അതായത് നമ്മൾ ഒരിക്കലും മുൻകൈ എടുത്തിട്ടല്ല നമ്മൾ ദൈവത്തെ കാണുന്നതും ദൈവം നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്നതും. അതേപോലെ തന്നെ നമ്മളുടെ യാതൊരു പ്രവൃത്തിയോ നമ്മുടെ യാതൊരു വിധമായ ക്വാളിഫിക്കേഷനോ ദൈവം നമ്മിൽ തന്നെ വെളിപ്പെടുത്തുവാൻ കാരണവുമല്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അവിടെ എല്ലാം തന്നെ ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ സ്നേഹമാണ് താൻ തന്നെ നമ്മുടെ അടുക്കിലേക്ക് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അങ്ങനെയല്ലേ നമുക്ക് വായിക്കാൻ കഴിയുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ദൈവത്തെ തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. നമ്മെ ദൈവം തെരഞ്ഞെടുക്കണമെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 2 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 9 മുതലുള്ള വേദഭാഗം വായിക്കാം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. അപ്പോൾ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ വളരെ വ്യക്തമായി നമ്മൾ വായിച്ച വാക്യത്തിന്റെ അവസാന ഭാഗം, അതായത് 10-ാം വാക്യത്തിന്റെ അവസാന വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. സ്വന്തം നിർണയം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്നാണ് അതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. അപ്പോൾ സ്വന്തം നിർണയം എന്ന് പറയുന്നത് എന്താണ്? വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഞാൻ സാധാരണയായിട്ട് ഈ കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു നമ്മെ കണ്ടത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ ശേഷമല്ല. നമ്മുടെ മാതാപിതാക്കൾ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ മറ്റു പ്രിയപ്പെട്ടവർ നമ്മളെ കാണുന്ന പോലെയല്ല ദൈവം നമ്മെ കണ്ടത്. മറിച്ച് വിശുദ്ധ വേദപുസ്തകം അതിനെക്കുറിച്ച് വളരെ
നമുക്കറിയാൻ പാടില്ലാത്തതായ, നമുക്ക് ഗ്രഹിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു കാര്യം പറയുന്നുണ്ട്. അതാണ് നമുക്ക് ഈ 9-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗത്തിൽ കാണുവാൻ കഴിഞ്ഞത്. സകല കാലത്തിനു മുമ്പേ എന്നുള്ള ഒരു പദപ്രയോഗം. സകല കാലത്തിനും മുമ്പേ എന്ന് പറയുമ്പോൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. നോക്കണേ, ലോകസ്ഥാപനത്തിന് മുമ്പ്. ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ അഥവാ ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയെക്കുറിച്ചുള്ള മുന്നറിവിൽ ദൈവം എന്നെയും കൂടെ ഉൾപ്പെടുത്തി. എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം നിർണയിച്ചു. എന്നെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവത്തിന്റെ ഹൃദയത്തിൽ വന്നിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മറ്റൊരു ഉദാഹരണത്തിലൂടെ കൂടുതൽ നിങ്ങൾക്ക് വിശദമാക്കി തരാം. നമുക്കറിയാം, ഇന്ന് ഭാര്യ ഭർത്താക്കന്മാരായ ആളുകൾ, അവർക്ക് ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ അവരിലൂടെ പൂജാതനാകുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞിനെ കുറിച്ചുള്ള അവരുടെ സ്വപ്നങ്ങൾ അവരെന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് പല കപ്പിൾസിനെ അറിയാം. അവർ അവരുടെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ആ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നുള്ളത് അവർ ഏകദേശം ഊഹിക്കും. ചില രാജ്യങ്ങളിൽ ലിംഗനിർണയമുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിൽ അത് നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണല്ലോ. പക്ഷെ എങ്കിലും നമ്മുടെ നാട്ടിലുള്ള ആളുകളും ലിംഗനിർണയം കൂടാതെ തന്നെ അവർ ഞങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന കുട്ടി ആണാണ് എന്നുള്ള, അല്ലെങ്കിൽ പെണ്ണാണ് എന്നുള്ളതായ ഒരു ചിന്ത വന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടതായ ഉടുപ്പുകൾ നേരത്തെ തന്നെ വാങ്ങി വെക്കുന്നു. അതുപോലെ ഇടുവാനുള്ള ഷൂ വാങ്ങിച്ചു വെക്കുന്നു. പുതയ്ക്കുവാനുള്ള പുതപ്പ്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കിടക്കുവാനുള്ള തൊട്ടില്, അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ മുൻകൂട്ടി ഒരുക്കുന്നു. ഈ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഈ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ പറയും: മോനെ, മോളെ, നോക്കൂ, ഞങ്ങൾ നിനക്ക് വേണ്ടി ഇതെല്ലാം തന്നെ വാങ്ങിച്ചു വെച്ചിരുന്നു. അതിൻ്റെ അർത്ഥം അതേപോലെ തന്നെയാണ് ദൈവവും ചെയ്തത്. അതായത് ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മെ കണ്ടിട്ട്, അതായത് നമ്മളുടെ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ദൈവം നമുക്ക് വേണ്ടിയുള്ള നിർണയങ്ങളെല്ലാം വെച്ചിരുന്നു. ഇന്ന് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ചില മാതാപിതാക്കൾ ആ കുട്ടി എന്ത് ജോലി ചെയ്യണം, അല്ലെങ്കിൽ അവൻ ആരായി തീരണം എന്നുള്ളതൊക്കെ അവർ പ്ലാൻ ചെയ്യാറുണ്ട്. അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് വ്യക്തമാറിയില്ല. എങ്കിലും ആ മാതാപിതാക്കളുടെ ആഗ്രഹം കുഞ്ഞ് ഉദരത്തിലുള്ളപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കർത്താവിനും നമ്മെക്കുറിച്ചുള്ള പദ്ധതികൾ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നത്. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കുവാനിടയായിത്തീരും. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: ഭോഷ്കയില്ലാത്ത ദൈവം സകല കാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. നോക്കൂ, സകല കാലത്തിനു മുമ്പ്. ദൈവം ടൈമില്ലാത്തവനാണ്, ടൈംലെസ് ആണ്. അതേപോലെ തന്നെ ഭാവി കാലത്തേക്കുള്ള സമയത്തിലും ദൈവം അതിനെല്ലാം അധീതനാണ് എന്നുള്ള ചിന്ത വിശുദ്ധ വേദപുസ്തകത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചുരുക്കത്തിൽ ദൈവം നിത്യനാണ്. അപ്പോൾ ഈ നിത്യനായ ദൈവം സകല കാലത്തിനു മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. ആർക്കാണ് ഈ നിത്യജീവന്റെ പ്രത്യാശ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്? അത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ വരികളിലൂടെ ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് പരിഹാരമായി ദൈവം ഒരുക്കുവാൻ പോകുന്ന രക്ഷയുടെ പദ്ധതിയെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മളുടെ ഈ സമയത്തിനു മുമ്പ് തന്നെ നമ്മളുടെ വിഷയങ്ങളെക്കുറിച്ച് മുന്നറിവുള്ളവനായ ദൈവം നമുക്ക് വേണ്ടിയുള്ള തന്റെ പദ്ധതികളെല്ലാം ഒരുക്കി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം ഒരുക്കി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതായ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നോക്കൂ, ഈ ദൈവത്തിന്റെ വിളി എപ്പോഴുള്ളതാണ്? അത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള വിളിയാണ്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ചിന്തകൾ, ദൈവത്തിന്റെ ആലോചനകൾ എല്ലാം തന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതായതുകൊണ്ട് ആ ദൈവത്തിൽ കൂടെ തന്നെ നമുക്കുള്ള അനുഗ്രഹങ്ങൾ, നമുക്കുള്ള ഉയർച്ചകൾ എല്ലാം ഉണ്ട് എന്നുള്ള വസ്തുത നമ്മൾ പൂർണ്ണമായിട്ട് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ തരുണത്തിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്നതായ ബൈബിളിലെ ഒരു വ്യക്തിത്വം ജെരമ്യ പ്രവാചകനാണ്. ജെരമ്യ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ജെരമ്യ പ്രവാചകൻ, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവനെ ദൈവം ജാതികൾക്കായി വേർതിരിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യിരെമ്യാവിനെ ദൈവം വിളിക്കുമ്പോൾ യിരെമ്യാവ് പറയുന്നുണ്ട്, ദൈവമേ, ഞാൻ ബാലനാണ്, എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് ആ വിളിയെ അവൻ നിരസിക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷെ അവനോട് ദൈവം സംസാരിക്കുകയാണ്, യിരെമ്യാവേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇടിക്കുവാനും പൊളിക്കുവാനും പണിയുവാനും ഒക്കെ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. പക്ഷെ ജനിച്ചു കഴിഞ്ഞതായ യിരെമ്യാവ്
ദൈവത്തിനു മുമ്പാകെ എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ ബാലനാണെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ അവനെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികളൊന്നും തന്നെ മനസ്സിലാകാതെ നിൽക്കുന്ന ഒരുവനെയാണ് ദൈവത്തിന് കാണാൻ കഴിയുന്നത്. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ലോക സ്ഥാപനത്തിനു മുമ്പേ അവനിൽ ദൈവം ചെയ്തതായ പ്രവൃത്തിയെക്കുറിച്ച് വെളിപ്പെടുത്തി സംസാരിച്ചപ്പോൾ യിരെമ്യാവിന് മനസ്സിലായി, ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷയില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ഇതേ സംഭവിക്കുകയുള്ളൂ. നോക്കുക, അങ്ങനെയുള്ള ഒരു പ്രവാചകനായിരുന്നു യിരെമ്യാ പ്രവാചകൻ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. ഇന്ന് എന്നെ കേൾക്കുന്നവരായി പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, ദൈവം ലോകസ്ഥാപനത്തിനു മുമ്പ് നിങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചത്, നിങ്ങൾക്ക് വേണ്ടി പദ്ധതിയിട്ടത്, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചന. അപ്പോൾ ദൈവത്തിൻ്റെ വിളി എന്ന് പറയുന്നത് അതിലേക്കാണ്. ദൈവം നമ്മെ വിളിക്കുന്നത് സുവിശേഷമാകുന്ന ഇൻവിറ്റേഷനിലാണെന്ന് ഈ വാക്യത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്നതായ സുവിശേഷകന്മാർ, അവർ ലഘുലേഖകളാകട്ടെ, സുവിശേഷം അവർ നാവിലൂടെ പറയുന്നവരാകട്ടെ, അതേപോലെ തന്നെ എന്നെപ്പോലെ തന്നെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട്, ടെലിവിഷൻ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നവരായ ദൈവദാസന്മാരാകട്ടെ, ആ സുവിശേഷം എല്ലാം തന്നെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് പോലെ, ഒരു ഇൻവിറ്റേഷനായി നമുക്ക് തരിക. എങ്ങോട്ടേക്കാ? ഒരു സഭയിലേക്കല്ല, ഒരു പ്രസ്ഥാനത്തിലേക്കല്ല, ഒരു ഇസത്തിലേക്കല്ല. ദൈവം വിളിക്കുന്നത് തന്നിലേക്കാണ് വിളിക്കുന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഈ ദൈവത്തിൻ്റെ വിളിക്ക് മുമ്പാകെ പലപ്പോഴും മറുത്തു നിന്നവരായ ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇനി മറുത്തു നിൽക്കരുത്. മറിച്ച് ആ ദൈവത്തിൻ്റെ വിളിയെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഈ വിളിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. കൂടുതൽ ആത്മീയമായ ചിന്തകളിലേക്ക് നമ്മൾ ചെല്ലുന്നതാണ്. അതിലേക്ക് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയോട് കൂടി ഇരിക്കുവാൻ, പ്രാർത്ഥനയോട് കൂടി ഇരിക്കാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഒരു കാര്യം ഉറപ്പാണ്, ലോക സ്ഥാപനത്തിനു മുമ്പ് നമ്മെ എല്ലാവരെയും ദൈവം കണ്ടു. അതേ ആ യിരെമ്യാവിനെ കണ്ടതുപോലെ, അതേ കർത്താവ് യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-16 വാക്യത്തിൽ പറയുന്ന പോലെ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ദൈവിക വിളിക്ക് റെസ്പോണ്ട് ചെയ്യുവാൻ, അതിനോട് പ്രതികരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ ലോകസ്ഥാപനത്തിനു മുമ്പ് വിളിച്ചു എന്നുള്ളതും, അങ്ങേക്ക് ഞങ്ങളോടുള്ള ആ ഇഷ്ടത്തിൻ്റെ ഹേതുവായിട്ടാണ്, ആ പദ്ധതിയുടെ കാരണമായിട്ടാണ് ഞങ്ങളെ വിളിച്ചു എന്നുള്ള വസ്തുത ഇന്ന് വചനത്തിലൂടെ ഞങ്ങൾ ഗ്രഹിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ ആത്മീയമായ കൂട്ടായ്മയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ വിളിക്കാവുന്നതാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയം ഓർപ്പിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.